സ്റ്റാർട്ട് ചെയ്യുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. എവിടെ നിന്നായിരുന്നു സ്റ്റോപ്പ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? എവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തതെന്ന് ഞാനും മറന്നുപോയി. ലാസ്റ്റ് എന്തോ SRS എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ ഏതായാലും ഈ നെസസിറ്റി ഓഫ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എവിടെ വരെയായിരുന്നു പറഞ്ഞു നിർത്തിയെന്ന്? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ്, മൂന്നാമത്തെ യൂണിറ്റ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത എവിടെ നിന്നായിരുന്നു? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. എന്തായിരുന്നു സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്, വാട്ട് ഈസ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ്? എന്താ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Software configuration management is a set of process and tools that manage changes to software system, ensuring consistency, reliability, reproducibility throughout the software development life cycle. അപ്പൊ എന്താ ചേഞ്ചസിനെ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ ചേഞ്ചസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നുണ്ട്? കൺസിസ്റ്റൻസി ഉണ്ട്, റിലയബിലിറ്റി ഉണ്ട്, റീപ്രൊഡ്യൂസിബിലിറ്റി ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്തിട്ട് ചേഞ്ച് മാനേജ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിനകത്ത് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിനകത്ത് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഗോൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ ഗോൾസ് എന്തൊക്കെയായിരുന്നു? ഐഡന്റിഫൈ ആൻഡ് കൺട്രോൾ ചേഞ്ചസ്, എൻഷുർ കൺസിസ്റ്റൻസി ആൻഡ് ഇന്റഗ്രിറ്റി, പിന്നെന്താണ്? മാനേജ് ഡിഫറെന്റ് വേർഷൻസ് ആൻഡ് കോൺഫിഗറേഷൻസ്, പിന്നെന്തായിരുന്നു? ഓട്ടോമേറ്റ് ബിൽഡ്, ടെസ്റ്റ് ആൻഡ് ഡിപ്ലോയ്മെന്റ് പ്രോസസ്സ്, ഇംപ്രൂവ് കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു കൺസിസ്റ്റൻസി, ഇന്റഗ്രിറ്റി ഒക്കെ എൻഷുർ ചെയ്യുന്നതും, അതേപോലെ തന്നെ വേർഷൻസ്, മാനേജ് ഡിഫറെന്റ് വേർഷൻസ്, കോൺഫിഗറേഷൻസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് എന്തിന്റെ മാനേജ്മെന്റ്? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ എന്താ അതിന്റെ ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ കോൺഫിഗറേഷനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക, പിന്നെ എന്തായിരുന്നു? അതിനെ ഓഡിറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെയായിരുന്നു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കീ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ള ഇതിന്റെ നെസസിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ നെസസിറ്റിയാ. അപ്പൊ എന്തൊക്കെയായിരിക്കും സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ നെസസിറ്റി എന്ന് പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട് the following are some of the important problems that appear of the SCCM is not used. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലംസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? കൺകറന്റ് ആക്സസ് ഉണ്ട്, സ്റ്റേബിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ഉണ്ട്, പിന്നെ എന്താണ്? സിസ്റ്റം അക്കൗണ്ടിങ് ആൻഡ് മെയിൻ്റെനൻസ് സ്റ്റാറ്റസ് ഇൻഫർമേഷൻസ് ഉണ്ട്, ഹാൻഡ്ലിംഗ് വേരിയൻസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലംസ് ആദ്യം പറഞ്ഞു, ദ ഫോളോയിങ് ആർ ദി സം ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രോബ്ലംസ് ദാറ്റ് അപ്പിയർ ഇഫ് SCCM ഈസ് നോട്ട് യൂസ്ഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എന്തൊക്കെ പ്രോബ്ലംസ്? ഒന്ന് ഇൻകൺസിസ്റ്റൻസി. ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? The problem of inconsistency arises when the SCI are replicated. Consider the situation where every software engineer has a personal copy of the SCI or source code. Each engineer make a change to this local copy. He is expected to
intimate them to other engineers so that changes in interfaces are uniformly changed across all module. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കണ്ടായിരുന്നു നമ്മൾ ഇതിന്റെ കോപ്പീസ് ഒക്കെ നമ്മൾ എടുത്തു വെക്കുന്നുണ്ടെന്ന്. അപ്പം അതിനകത്ത് വരുന്ന ആ ഒരു ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ കൺകറന്റ് ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നെക്സ്റ്റ് പ്രോബ്ലംസ് എന്ന് വരുന്നത്. അതായത് സൈമൾട്ടേനിയസ് ആക്സസ് ആൻഡ് മോഡിഫിക്കേഷൻസ് ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് SCCM may lead to unintentional overwriting of changes made by the other teammates. പിന്നെ സ്റ്റേബിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം അക്കൗണ്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ പിന്നെ ഹാൻഡ്ലിംഗ് വേരിയൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് SCCMന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ തൊട്ട് മുന്നേ കണ്ടത് കൂടാതെ ഈ SCCM അപ്പൊ SCCM എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ ഈ SCCM എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാത്തത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിന്റെ നെസസിറ്റി അപ്പം അത് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും? ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം, അതേപോലെ തന്നെ കോംപ്ലിസിറ്റി മാനേജ്മെന്റ്, ചേഞ്ച് മാനേജ്മെന്റ്, കൊളാബറേഷന്, ഈ ടൈമിലൊക്കെ അതായത് വേർഷൻ കൺട്രോൾ, ഇതൊക്കെയാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് നെസസിറ്റി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ SCCM എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? എറേഴ്സ് ആൻഡ് ഡിഫക്റ്റുകൾ ഉണ്ടാവാൻ, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള എറേഴ്സും ഡിഫക്റ്റും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ റെപ്യൂട്ടേഷൻ ഡാമേജുകൾ ഉണ്ടാവാനുള്ളത്. സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി സോഫ്റ്റ്വെയറിന് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വരത്തില്ല. അതൊക്കെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. SCCMന്റെ ആക്ടിവിറ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് 2 കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ആണ് ഈ SCCM എന്ന് പറയുന്നത് ഫോളോ ചെയ്യുന്നത്. ഒന്ന് കോൺഫിഗറേഷൻ ഐഡന്റിഫിക്കേഷൻ ആണ്, ഒന്ന് കോൺഫിഗറേഷൻ കൺട്രോൾ ആണ്. പിന്നെ ഇവിടെ ബേസ് ലൈനിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ആദ്യമേ നമുക്ക് കോൺഫിഗറേഷൻ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് പ്രൊജക്ട് മാനേജർ പെർഫോം ദ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ആക്ടിവിറ്റി ബൈ യൂസിങ് ആൻ ഓട്ടോമേറ്റഡ് കോൺഫിഗറേഷൻ management tool. A configuration management tool provide automated support for overcoming the problems mentioned above. അപ്പൊ നമ്മൾ മേളിൽ കണ്ട പ്രോബ്ലംസ് ഇല്ലായിരുന്നു ഈ പറഞ്ഞ എന്തായിരുന്നു ഹാൻഡ്ലിംഗ് വേരിയൻസിന്റെയും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ കൺകറന്റ് ആക്സസ് ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം ഒക്കെ ഇല്ലേ. അപ്പം ആ പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്യുന്നത് നമ്മൾ ഈ SCCM ആക്ടിവിറ്റീസ് യൂസ് ചെയ്തിട്ടായിരിക്കും. In addition, a configuration management tool helps to keep track of various deliverable objectives so that the project management can quickly and unambiguously determine the current state of the project. അപ്പൊ എന്താ ഈ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടൂൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രൊജക്ടിന്റെ കറന്റ് സ്റ്റേറ്റ് എന്താണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ടൂൾ എനേബിൾ ദ എഞ്ചിനീയേഴ്സ് ടു ചേഞ്ച് ദ വേരിയസ് കമ്പോണൻസ് ഇൻ എ controlled manner. Configuration management is carried out through the 2 principal activities. ഒന്നെന്താണ് കോൺഫിഗറേഷൻ ഐഡന്റിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോൺഫിഗറേഷൻ ഐഡന്റിഫിക്കേഷൻ ഇൻവോൾവ്സ് ഡിസൈഡിംഗ് വിച്ച് പാർട്ട് ഓഫ് ദി സിസ്റ്റം ഷുഡ് ബി കെപ്റ്റ് ട്രാക്ക് ഓഫ്. ഇത് പ്രൊജക്ട് മാനേജർ ക്ലാസിഫൈസ് ദ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ അസോസിയേറ്റഡ് വിത്ത് ദ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഫോർട്ട് ഇൻ 2 മെയിൻ കാറ്റഗറീസ്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ അത് ഏത് ട്രാക്കിലൂടെയാണ് അത് പൊക്കോണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം ഇതിനെ തന്നെ നമ്മൾ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് കൺട്രോൾഡും ഉണ്ട്, അതേപോലെ തന്നെ അൺകൺട്രോൾഡും ഉണ്ട്. അപ്പൊ കൺട്രോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് കോൺഫിഗറേഷന്റെ അണ്ടറിലാണോ അല്ലയോ എന്നായിരിക്കും അവിടെ നോക്കുന്നത്. അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആർ നോട്ട് ആൻഡ് വിൽ നോട്ട് ബി സബ്ജക്ട് ടു കോൺഫിഗറേഷൻ കൺട്രോൾഡ് ആയിരിക്കും. അപ്പം പിന്നെ കോൺഫിഗറേഷൻ കൺട്രോൾ പറയുന്നുണ്ട്. പിന്നെ ഇതുണ്ട് കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഈസ് റിട്ടൺ ഡ്യൂറിംഗ് ദ പ്രൊജക്ട് പ്ലാനിംഗ് ഫേസ് ആൻഡ് ഈസ് ലിസ്റ്റഡ് ഇൻ ഓൾ കൺട്രോൾഡ് ഒബ്ജക്റ്റ്. ദ മാനേജേഴ്സ് ഹു ഡെവലപ്പ് ദ ടെസ്റ്റ് പ്ലാൻ ഫുൾ സ്ട്രൈക്ക് ദ ബാലൻസ് ബിറ്റ്വീൻ കൺട്രോളിംഗ് ടു മച്ച് ആൻഡ് ഇത് കൺട്രോളിംഗ് ടു ടൈറ്റിൽസ്. അപ്പൊ ഈ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ തന്നെ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഏതൊക്കെയാണ് കോൺഫിഗറേഷൻ ഒബ്ജക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ, അതായത് നമ്മൾ പ്രൊജക്ട് പ്ലാനിംഗ് ഫേസിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി കോൺഫിഗറേഷൻ കൺട്രോൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോൺഫിഗറേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഷുർ ദാറ്റ് ചേഞ്ച് ടു എ സിസ്റ്റം ഹാപ്പൻ സ്മൂത്ത്ലി. അപ്പൊ കോൺഫിഗറേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, സ്മൂത്ത് ആയിട്ടാണ് അതിന് വർക്കിംഗ് നടക്കുന്നതെന്ന് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിംഗ് ചേഞ്ചസ് ടു കൺട്രോൾഡ് ഒബ്ജക്ട്. കോൺഫിഗറേഷൻ കൺട്രോൾ ഇസ് ദ പാർട്ട് ഓഫ് കോൺഫിഗറേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ദാറ്റ് മോസ്റ്റ്ലി ഡയറക്ട്ലി അഫക്ട് ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ഡെവലപ്പേഴ്സ്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? Prevent unauthorized changes to any controlled object. Then allow only one person to resolve module at a time. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ബേസ് ലൈൻ. അപ്പൊ ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? A work product become a baseline only after it is reviewed and approved. A baseline is a milestone in software development that is marked by the delivery of one or more configuration items. Baseline എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? നമ്മൾക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അത് എപ്പോഴാണ് റിവ്യൂ ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടത്, ആ ഒരു ടൈം ആയിരിക്കും അതിന് ബേസ് ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. Once the baseline is established, each change request must be evaluated and verified by a formal procedure before it is processed. Baseline work products are placed in a project database or repository. അപ്പോൾ ഇതിന്റെ മെയിൻ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, എഞ്ചിനീയർ നീഡ് ടു ചേഞ്ച് ദ മൊഡ്യൂൾ ഫസ്റ്റ് ഒബ്റ്റൈൻ ദ പ്രൈവറ്റ് കോപ്പി ഓഫ് ദ മൊഡ്യൂൾ ത്രൂ എ റിസർവ് ഓപ്പറേഷൻ. പിന്നെന്താണ്? ഹി ക്യാരീസ് ഔട്ട് ഓൾ നെസസറി ചേഞ്ചസ് ഇൻ പ്രൈവറ്റ് കോപ്പി. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചേഞ്ചസ് വരുത്തുവാണ് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് മോഡിഫിക്കേഷൻസ് വരുത്തും. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിന്റെ ഒരു കോപ്പി നമ്മൾ എപ്പോഴും എന്ത് ചെയ്ത് വെക്കും? കീപ്പ് ചെയ്ത് വെക്കും. അപ്പം ഈ ചേഞ്ചസ് വരുത്തുന്നതെല്ലാം എവിടെ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്, ക്യാരി ചെയ്യുന്നുണ്ട്? നമ്മുടെ ആ പ്രൈവറ്റ് കോപ്പിക്കകത്ത് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെ റീസ്റ്റോറിംഗ് ഇത് ചേഞ്ച്ഡ് മൊഡ്യൂൾ ഇൻ ദ സിസ്റ്റം കോൺഫിഗറേഷൻ റിക്വയർ പെർമിഷൻ ഓഫ് ചേഞ്ച് കൺട്രോൾ ബോർഡ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചേഞ്ച് വരുത്തിയ മൊഡ്യൂൾ അതിനകത്ത് നമുക്ക് റീഇൻസ്റ്റോൾ ചെയ്യണം അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പെർമിഷൻ വേണം. അത് തരുന്ന ആരാ? CCB ആയിരിക്കും. CCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രൈസിംഗ് ഇൻ ദ പ്രൊജക്ട് മാനേജർ ആൻഡ് സം സീനിയർ മെമ്പേഴ്സ് ഓഫ് ദി ഡെവലപ്മെന്റ് ടീം ആയിരിക്കും. റിവ്യൂസ് ചെയ്ത ചേഞ്ചസ് മെയ്ഡ് ദ കൺട്രോൾഡ് ഒബ്ജക്ട് ആൻഡ് ക്യാരീസ് ദ ഫോളോയിങ് അബൌട്ട് ദി ചേഞ്ച്. ഒന്നെന്താണ്? ചേഞ്ച് ഇസ് വെൽ മോട്ടിവേറ്റഡ്, ഡെവലപ്പർ ഹാസ് കൺസിഡേർഡ് ആൻഡ് ഡോക്യുമെന്റഡ് ദ എഫോർട്ട് ഓഫ് ദി ചേഞ്ച് ഇന്ററാക്ട് വെൽ വിത്ത് ദ ചേഞ്ചസ് മെയ്ഡ് ബൈ ദ അതർ ഡെവലപ്പേഴ്സ്, ചേഞ്ചസ് ഹാവ് ബീൻ വാലിഡേറ്റഡ് ആൻഡ് കൺസിസ്റ്റന്റ് വിത്ത് ദ റിക്വയർമെന്റ്. The project manager update the old baseline through the restore operation. അതൊക്കെയാണ് എവിടെ നടക്കുന്നത്? നമ്മുടെ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കോൺഫിഗറേഷനെ ഐഡന്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ കോൺഫിഗറേഷനെ കൺട്രോൾ ചെയ്യുക. പിന്നെ അതിനകത്ത് എക്സ്ട്രാ വരുന്നത് എന്താണ്? ബേസ് ലൈനുമാണ് അതിനകത്ത് വരുന്നത്. ഇനി കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ടൂൾസ്. കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ടൂൾസ് എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ടൂൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? Source code control system and revision control systems are the two popular configuration management tools available in most of the Unix systems. അപ്പൊ ഏതൊക്കെയാണ്? SCCS ഉണ്ട്, RCS ഉണ്ട്. അപ്പൊ എന്താ? സോഴ്സ് കോഡ് കൺട്രോൾ സിസ്റ്റം, റിവിഷൻ കൺട്രോൾ സിസ്റ്റം. SCS, RCS can be used for controlling and managing different versions of text file. അപ്പൊ അത് എന്തിനെ മാനേജ് ചെയ്യുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ഫയൽസിനെ ആയിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്. They provide an efficient way of storing versions that minimize the amount of occupied disk space. അപ്പൊ എന്തായിരിക്കും? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ഫയൽസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ടൂളുകളാണ് എന്തൊക്കെയെന്ന് പറയുന്നത്? സോഴ്സ് കോഡ് കൺട്രോൾ സിസ്റ്റംസും റിവിഷൻ കൺട്രോൾ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഡിഫറെന്റ് ടൈപ്സ്, അതായത് മൊഡ്യൂൾ SWM പ്രസന്റ് ഇൻ 3 വേർഷൻസ്. ഇതിനകത്ത് പല വേർഷൻസ് അവൈലബിൾ. SWM 1.2, 1.3, 1.1 എന്നൊക്കെ പറഞ്ഞിട്ട്. SCS ആൻഡ് RCC എന്ന് പറയുന്നത് അതിന്റെ ഒറിജിനൽ മൊഡ്യൂൾ, അതായത് ആ വേർഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒറിജിനൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? SWM 1.1 എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ അത്രയും ഒന്ന് നിങ്ങൾ ഓർക്കണ്ട. നിങ്ങൾ എന്താണ് ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു 2-3 ലൈൻ കണ്ടോ? ഒന്ന് ഏതൊക്കെയാണ് കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ടൂൾസ് എന്നുള്ളതും, പിന്നെന്താണ് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എന്ത് ടൈപ്പ് ഫയൽസിനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത്. അതായത് 2 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ടൂൾ ആണ്. സോഴ്സ് കോഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, റിവിഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഇത് രണ്ടും എവിടെയാ ഉള്ളത്? യുണിക്സ് സിസ്റ്റത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെന്താണ്? ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? എന്ത് ടൈപ്പ് ഫയൽസിനെ അത് കൺട്രോൾ ചെയ്യുന്ന, കൺട്രോൾ മാനേജ് ചെയ്യുന്ന ടെക്സ്റ്റ് ഫയൽസ്, ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ടെക്സ്റ്റ് ഫയൽസിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനുമാണ് നമ്മൾ ഈ ടൂളുകൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി സോഫ്റ്റ്വെയർ മെയിൻ്റനൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തുവായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? SRSനെ പറ്റിയായിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ DFT എന്ന് നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞിരുന്നു. DFT സമയം ഉണ്ടെങ്കിൽ ER നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞത്. അപ്പൊ DFTനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാമേ. ഓക്കെ, അപ്പൊ നമ്മള് DFT നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. DFT എന്താന്ന് ഓർക്കുന്നുണ്ടോ? DFTയുടെ ഫുൾ ഫോം എന്താ വരുന്നത്? ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ്. അപ്പൊ നമ്മൾ ഈ എന്തായിരുന്നു SRS എന്ന് പറയുന്ന പ്രിപ്പയർ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞത് ഒരു ഡോക്യുമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്? നമുക്ക് ഒരു സോഫ്റ്റ്വെയർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ബേസിലായിരിക്കും നമ്മളൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്കുള്ള ഗൈഡ് ലൈൻസ് ആയിരിക്കും എവിടെ നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ SRSനകത്ത് കൊടുക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ SRS പ്രിപ്പറേഷൻ ഒക്കെ എവിടെ ആയിരിക്കും നടക്കുന്നത്? റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് ഗാദറിംഗ് എന്ന് പറയുന്ന ഫേസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? SRS എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഫേസ് എന്താന്ന് നമ്മൾ പഠിച്ചായിരുന്നു? ഡിസൈൻ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ആ ഡിസൈൻ എന്ന് പറയുന്ന സ്റ്റെപ്പിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഡിസൈൻ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? DFT എന്ന് പറയുന്നത്. അപ്പൊ DFT മാത്രമല്ല, ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഈ ഡിസൈനിങ് മെത്തേഡുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരെണ്ണമാണ് DFT എന്ന് പറയുന്നത്. DFTയുടെ ഫുൾ ഫോം എന്താ വരുന്നത്? ഡേറ്റ ഫ്ലോ ഡയഗ്രാം. അപ്പൊ നമ്മൾ SRS വെച്ചിട്ട് നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡേറ്റാസ്, അതായത് നമ്മുടെ ഈ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലെ ഡേറ്റാസ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഫ്ലോ എങ്ങനെയാണ്, ഡേറ്റ ഫ്ലോ എങ്ങനെയാണ് എന്ന് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്തിരിക്കുന്നത്? ഈ DFTനെ യൂസ് ചെയ്യുന്നത്. ഇതാണ് DFTയുടെ ഡെഫിനേഷൻ. നിങ്ങളുടെ രണ്ടാമത്തെ യൂണിറ്റിൽ DFT ഉണ്ട് കേട്ടോ. DFTയുടെ ഡെഫിനേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? ഡേറ്റ ഫ്ലോ ഡയഗ്രാംസ് ഡിപിക്ട് ദ ഫ്ലോ ഓഫ് ദി ഡേറ്റ ട്രാൻസ്ഫർമേഷൻ അലോങ് വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ഡേറ്റ. അപ്പൊ എന്താണ് ഡേറ്റ ട്രാൻസ്ഫർമേഷൻ? സോഴ്സ് ടു ഡെസ്റ്റിനേഷനിലേക്ക് ഡേറ്റയുടെ ഫ്ലോ എങ്ങനെയാണോ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഡേറ്റ ഫ്ലോ ഡയഗ്രത്തിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ചെറിയൊരു ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്, അതായത് കമ്പ്യൂട്ട് സ്ക്വയർ ഓഫ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് അവർ ഇതിനകത്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാ.
പിന്നെ എലമെന്റ്സ് ഓഫ് DFT എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൂടെ ഒന്ന് നോക്കി വെക്കുക. ഏതൊക്കെയാണ്? റെക്ടാംഗിൾ, സർക്കിൾ, ഡയറക്റ്റ് ലൈൻ, ഹൊറിസോണ്ടൽ പാരലൽ ലൈൻസ് എന്നാണ് പറയുന്നത്. റെക്ടാംഗിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? എൻറ്റിറ്റീസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? സർക്കിൾ എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഡയറക്റ്റഡ് ലൈൻസ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് എന്തിനാണ്? ഫ്ലോ ഓഫ് ഡേറ്റാനെ സൂചിപ്പിക്കാനായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൊറിസോണ്ടൽ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താ ഡേറ്റ സ്റ്റോറിനെ റെപ്രസെന്റ് ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം റെക്ടാംഗുലർ സർക്കിളും ഡയറക്റ്റ് ലൈനും ഒക്കെ അറിയാലോ. ഹൊറിസോണ്ടൽ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? രണ്ട് ലൈൻസ് നമ്മൾ വരയ്ക്കുന്ന മേളിലും താഴെയായിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതിന് പകരം യൂസ് ചെയ്യുന്ന സിമ്പല് ഇതുകൊണ്ടേ ഇതുണ്ട്. ഡേറ്റ സ്റ്റോർ എന്ന് പറയുന്നതിന് യൂസ് ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ ആയിരിക്കും കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സിമ്പൽ, അതായത് വൺ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള റെക്ടാംഗിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ എന്താ? ഡബിൾ സൈഡും ഓപ്പൺ ആയിരിക്കും. ആ മേളിലും താഴത്തെയും വര മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതാണ് ഡേറ്റ സ്റ്റോറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ വരയ്ക്കുമ്പം സാധാരണ കൊടുക്കുന്ന ഡേറ്റ സ്റ്റോറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഈ ഒരു സിമ്പൽ ആയിരിക്കും കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് നോക്കി വെക്കുക. പിന്നെ രണ്ട് സർക്കിൾ ഒക്കെ അറിയാലോ. പ്രോസസ് എന്താണ്? ട്രാൻസ്ഫോം ദ ഡേറ്റ ഫ്ലോ പ്രോസസ് ആയിരിക്കും അത്. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഓഫ് ഡേറ്റ ആയിരിക്കും വരുന്നത്. പിന്നെ ഏതാണ്ട് ഈ ആരോ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡേറ്റ ഫ്ലോനെ റെപ്രസെന്റ് ചെയ്യാനായിരിക്കും. ഓപ്പൺ എൻഡ് റെക്ടാംഗിൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഡേറ്റ സ്റ്റോറിനെ റെപ്രസെന്റ് ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ DFTക്കകത്തുള്ള ഡയഗ്രാംസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. DFTക്ക് മാത്രമല്ല, ഇനി ഇങ്ങോട്ടേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന ERനകത്ത് ഡയഗ്രാംസ് വരുന്നുണ്ട്, ഇതേപോലെയുള്ള സിമ്പിൾസ് വരുന്നുണ്ട്. അതെല്ലാം ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ സിമ്പിൾസ് ഇമ്പോർട്ടന്റ് ഓർത്ത് വെക്കുക. അതായത് DFT നിങ്ങളോട് വരയ്ക്കാൻ ചോദിച്ചു കഴിയുമ്പോൾ ആദ്യമേ എന്താണ് DFT എന്നുള്ള ഒരു ഡെഫിനിഷനും അതിനകത്ത് യൂസ് ചെയ്യുന്ന ഈ സിമ്പലുകളും. അപ്പൊ വെറുതെ സിമ്പിൾ എഴുതിയിട്ട് കാര്യമില്ല. ഈ സർക്കിൾ എന്ന് പറയുന്നത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? പ്രോസസ് ദാറ്റ് ട്രാൻസ്ഫോം ഡേറ്റ ഫ്ലോ. റെക്ടാംഗിൾ എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഓഫ് ദി ഡേറ്റ. ഈ ആരോ എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഡേറ്റ ഫ്ലോനെ. ഈ ഓപ്പൺ എൻഡ് റെക്ടാംഗിൾ എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഡേറ്റ സ്റ്റോറിനെ. അതും കൂടെ എഴുതിയിരിക്കണം. എന്നിട്ട് വേണം ഓരോ ലെവൽസ് ഓഫ് DFT എന്ന് പറയുന്നത് നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടെ DFTയുടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോ. A data flow diagram is a graphical tool used for describe and analyze movement of data through a system. അപ്പൊ എന്താണ്? അതൊരു ഗ്രാഫിക്കൽ ടൂൾ ആണ്. എന്തിനു വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സിസ്റ്റത്തിലെ ഡേറ്റയുടെ മൂവ്മെന്റ്, അതായത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സോഫ്റ്റ്വെയർ. അതെങ്ങനെയാണോ ആ ഒരു ഡേറ്റ മൂവ്മെന്റ് ത്രൂ ഔട്ട് സിസ്റ്റത്തിൽ എങ്ങനെയാണോ എന്നതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ DFT എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം these are the central tool and the basis from the other components are developed. The transformation of data from input to output through processed may be described logically and independently of the physical components associated with the system. These are known logical data flow diagrams. അപ്പൊ എന്തായിരിക്കും? ഒരു സിസ്റ്റം എങ്ങനെയാണ് ലോജിക്കലി വർക്ക് ചെയ്യുന്നത്, അപ്പം അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കൊടുത്തിട്ട്, അതായത് നമ്മൾ എന്താണ് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട്, അവിടെ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ ഡയഗ്രമാറ്റിക്കലി വരയ്ക്കുന്ന പിക്ചർ അല്ലെ ഡയഗ്രത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഈ ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. The physical data flow diagrams show the actual implement and movement between the people, department and workstation. A full description of the system actually consists a set of data flow diagrams using two familiar notations, Jordan, Kane and Sarson notations developed for data flow diagrams. അതായത് യോർഡൻ, ഗെയിൻ ആൻഡ് സാസൺ എന്ന് പറയുന്ന ആൾക്കാരാണ്. അവരെല്ലാവരും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഡയഗ്രാംസ് ഡെവലപ്പ് ചെയ്തത്. ഡയഗ്രാംസ് അല്ല, ഇതിന് വേണ്ടിയിട്ടുള്ള നൊട്ടേഷൻസ് ഡെവലപ്പ് ചെയ്ത്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഓരോന്നിനും എന്താണ് DFTക്കകത്ത് നമ്മൾ ഈ കൊടുക്കുന്ന നെയിം കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്ന ഓരോ ഡയഗ്രത്തിന് ഓരോ കമ്പോണൻസ് നമ്മൾ ഇന്ന ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന നൊട്ടേഷന് നമ്മളത് കൊടുക്കണം എന്നുണ്ട്. അപ്പൊ ആ നൊട്ടേഷൻസ് ഡെവലപ്പ് ചെയ്ത ആരാണ്? യോർഡൻ, ഗെയിൻ ആൻഡ് സാർസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റുകളാണ്. അതുകൊണ്ട് യോർഡൻ, ഗെയിൻ ആൻഡ് സാർസൺ നൊട്ടേഷൻസ് എന്നായിരിക്കും ഇത് അറിയപ്പെടുന്നത്. ഈ നൊട്ടേഷൻസ് ഇമ്പോർട്ടന്റ് നൊട്ടേഷൻസ് അല്ലെ സിമ്പിൾസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചപ്പോഴേക്കും ഞാൻ ആദ്യം, അതായത് നമ്മുടെ DFTക്കകത്ത് പല ലെവലുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. 0th ലെവലുണ്ട്, ഫസ്റ്റ് ലെവലുണ്ട്, സെക്കൻഡ് ലെവല്,
തേർഡ് ലെവൽ, അങ്ങനെ പല ലെവൽ DFTs ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം 0th ലെവൽ, അതായത് നിങ്ങളോട് എക്സാമിന് ചോദിക്കുമ്പം 0th ലെവല് പിന്നെന്താണ് 0th ലെവലും ഫസ്റ്റ് ലെവലും ആണ് നിങ്ങളോട് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ള ജസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കണ്ടോ? ഇത് ഡ്രോ ഇതാണ്ട് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഡ്രോ ദ കോണ്ടെക്സ്റ്റ് ഡയഗ്രാം ആൻഡ് ഫസ്റ്റ് ലെവൽ DFT ഫോർ ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം ഓഫ് എ ഗ്രോസറി സ്റ്റോർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എടുത്ത് സാധാരണ ഇതാണ് ചോദിക്കാറുള്ളത്, കോണ്ടെക്സ്റ്റും അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലും ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അത് രണ്ടെണ്ണം എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നോക്കി 10 മാർക്ക് എപ്പോഴും ഈ ഒരു സെയിം മാർക്കിന് ഇങ്ങനെ തന്നെ ആയിരിക്കും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 2020 കണ്ടോ? 0 ലെവൽ ആൻഡ് ഇതിനകത്ത് സെയിം തന്നെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, 0 ലെവൽ ആൻഡ് ഫസ്റ്റ് ലെവൽ DFT 4 എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ 0th ലെവൽ എന്ന് പറയുന്നത് എങ്ങനെ വരയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 0th ലെവലിനെ തന്നെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നതും കേട്ടോ. അതായത് ഈ ഫസ്റ്റ് 0th ലെവൽ DFT എന്ന് പറയത്തില്ലേ, അതിനെ തന്നെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ലെവൽ എന്നും പറയുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അതായത് നമ്മൾ DFTനെ വരയ്ക്കുമ്പോൾ അതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലെവൽ 0 അല്ലെ കോണ്ടെക്സ്റ്റ് ലെവൽ, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അത്രയാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് സാധാരണ ആദ്യത്തെ ലെവൽ 0യും 1ഉം മാത്രമാണ് ചോദിക്കാറുള്ളത്. അപ്പം ഈ ലെവൽ 0 നമ്മൾ എങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത്? ലെവൽ 0 എന്ന് പറഞ്ഞ ഇപ്പൊ നിങ്ങൾക്ക് തരുന്ന ഏതാണോ DFT വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഏതാണോ, ഇപ്പൊ എന്താ നിങ്ങളുടെ ഓൺലൈൻ എന്താ ഗ്രോസറി ഷോപ്പിന്റെ ആണെങ്കിൽ അത് വേണം എന്തിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സർക്കിൾ ഇല്ലേ അതിനുള്ളിൽ കൊടുക്കാൻ വേണ്ടി. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പേരെന്താണോ അത്, നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റം എന്താണോ അത്, നിങ്ങളുടെ പ്രൊജക്ട് അത് വേണം എവിടെ കൊടുക്കാൻ, സർക്കിളിൽ സെന്ററിൽ പറഞ്ഞു കൊടുക്കാൻ. ഇതെന്ന് പറയുന്ന ഒരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കോണ്ടെക്സ്റ്റ് ലെവൽ ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കണ്ടോ, എന്റെ സിസ്റ്റം എന്താണ്, ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം. അത് ഞാൻ എന്തിനകത്താ കൊടുത്തിരിക്കുന്നത്, സെന്ററിൽ സർക്കിളിലായിട്ട് കൊടുത്തു. പിന്നെ അതിന്റെ ചുറ്റിനും കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. എന്തൊക്കെയാ കിടക്കുന്നത്? അഡ്മിൻ ഉണ്ട്, ബോറോവർ ഉണ്ട്, സ്റ്റാഫ് ഉണ്ട് അല്ലേ. അപ്പൊ അതൊക്കെ എന്താണ്, ഇതിന്റെ മൊഡ്യൂളുകളാ. അതായത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു പ്രൊജക്ട് അല്ലെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് അപ്പാടെ ഒരൊറ്റ സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്യുവാണോ ചെയ്യുന്നത്? അല്ലല്ലോ. അതിനകത്ത് ആരൊക്കെ വരുന്നു, എങ്ങനെയാണ് ആ സിസ്റ്റത്തിന്റെ വർക്കിംഗ്, അത് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ബേസിൽ നമ്മൾ അതിനെ പല മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്താണ്, മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു സിസ്റ്റം കിട്ടിക്കഴിയുമ്പോൾ. ഇപ്പൊ നിങ്ങളുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ വരും, അഡ്മിൻ വരും, അതേപോലെ തന്നെ യൂസറും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം അഡ്മിൻ യൂസർ അല്ലെ ബയർ സെല്ലർ എന്ന് പറഞ്ഞിട്ട് അഡ്മിൻ കൊടുക്കാം, ബയർ സെല്ലർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടായിട്ട് വേണമെങ്കിൽ, അങ്ങനെ 3 മൊഡ്യൂളുകളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പം ആ ഒരു കാര്യമാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ഒരു സിസ്റ്റം കിട്ടിക്കഴിയുമ്പോൾ ആദ്യമേ അതിനെ പല മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ മൊഡ്യൂളിന്റെ ബേസിൽ മാത്രമേ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. DFT വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അന്നപ്പം ആദ്യമേ നമ്മൾ മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പം ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഒന്നെങ്കിൽ 3 മൊഡ്യൂൾ അല്ലെങ്കിൽ 2 മൊഡ്യൂൾ. അപ്പൊ 2 മൊഡ്യൂൾ വരുമ്പോഴേക്കും അഡ്മിനും യൂസറും കൊടുക്കാം. 3 മൊഡ്യൂൾ ആണെങ്കിൽ അഡ്മിൻ കൊടുക്കാം, ബയർ കൊടുക്കാം, സെല്ലർ കൊടുക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ 3 ആയിട്ട് കൊടുക്കുന്നിരിക്കട്ടെ. അപ്പൊ അത് വേണം എവിടെ വരയ്ക്കാൻ, ഈ സ്ക്വയറിനകത്ത് നമ്മൾ വരച്ചു വെക്കാം. ഈ റെക്ടാങ്കിൾ കൊടുത്തിട്ടില്ലേ, അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ബോറോവർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ, അവിടെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നാ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഡയഗ്രാംസ് നമ്മൾ കൊടുത്തിട്ടില്ലേ, ഡയഗ്രാംസ് എന്ന് പോട്ടെ, ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ കൊടുത്തിരിക്കുന്നത്,
അഡ്മിൻ എന്തൊക്കെയാണ് ഈ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം എന്താണോ നമുക്ക് തരുന്നത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം അഡ്മിൻ എന്ന് പറയുന്ന എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും ഒക്കെ. അതായത് ഇപ്പോൾ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് പ്രൊഡക്റ്റുകൾ അല്ലെ ഐറ്റംസിനെ ആഡ് ചെയ്യുന്നത് ആരായിരിക്കും? അഡ്മിൻ ആയിരിക്കും അല്ലെ. ബയർ അത് എന്തായിരിക്കും ചെയ്യുന്നത്? ബൈ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. സെല്ലർ എന്തായിരിക്കും ചെയ്യുന്നത്? അതിനെ മാനേജ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അതിന്റെ പ്രൈസും ഡീറ്റെയിൽസും അതിന്റെ ഓവറോൾ ഒരു മാനേജ്മെന്റ് ആയിരിക്കും അവര് നടത്തുന്നത്. അപ്പം ഓരോ ആൾക്കാർ ചെയ്യുന്ന ടാസ്ക് എന്താണോ അത് എവിടുന്ന് എങ്ങോട്ടേക്കാണ്, അതായത് അഡ്മിൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്കാണെങ്കിൽ ആ ആരോ അങ്ങോട്ടേക്ക് ഡയറക്ഷൻ വെച്ചിട്ട് വരയ്ക്കുക. അഡ്മിൻ ടു ലൈബ്രറിയിലേക്ക് അല്ല നമ്മുടെ ഷോപ്പിംഗ് സിസ്റ്റത്തിലേക്ക് ഡയറക്ഷൻ വെച്ചിട്ട് വരച്ചിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ എഴുതി കൊടുക്കുക ആ ലൈനയിൽ. ഓക്കെ, അങ്ങനെയാണ് എന്ത് വരയ്ക്കേണ്ടത്? കോണ്ടെക്സ്റ്റ് ലെവൽ ഡയഗ്രാം എന്ന് പറയുന്നത് ഡ്രോ ചെയ്യണം. അപ്പം ഇവിടെ ഈ ലൈബ്രറി മാനേജ്മെന്റിന് നിങ്ങൾ നോക്കിക്കോ. അപ്പൊ ഇതിനകത്ത് അഡ്മിൻ വരുന്നുണ്ട്, ആദ്യം നമ്മുടെ സിസ്റ്റം ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം, അത് കഴിഞ്ഞിട്ട് അഡ്മിന്, ബോറോവർ, സ്റ്റാഫ്. അപ്പൊ അഡ്മിൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടോ? അഡ്മിൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം? സ്റ്റാഫ് മാനേജ്മെന്റ് ഉണ്ട്, കോഴ്സ്, പിന്നെന്താ ബോറോവർ ടൈപ്പ്, ലെവല് കാര്യങ്ങളൊക്കെ അയാൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആരോ മാർക്ക് വെച്ച് എങ്ങോട്ടേക്ക് കൊടുത്തു? ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക്. അപ്പം വീണ്ടും ഇവിടുന്ന് വന്നിരിക്കുന്ന റിപ്പീറ്റ്, അതായത് ഈ കാര്യങ്ങളൊക്കെ അഡ്മിൻ റിപ്പീറ്റ് ചെയ്യുക ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് അല്ലേ, അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താണ്? സ്റ്റാഫ് എന്തൊക്കെയാ ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ഫൈന് സ്റ്റാഫ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കുന്ന? ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക്. അതേപോലെ തന്നെ ബുക്കുകൾ റിട്ടേൺ ഇഷ്യൂ ചെയ്യുന്നതും ഒക്കെ ആരാണ്? സ്റ്റാഫ് ആണ് കേട്ടോ. പർച്ചേസ് മാനേജ്മെന്റ് അതൊക്കെ ആരാ ചെയ്യുന്നത്? സ്റ്റാഫാ ചെയ്യുന്നത്. അതൊക്കെയാണ് എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് സ്റ്റാഫിന് എന്തൊക്കെയാ കിട്ടുന്നത്? ഒരു ബുക്കിന് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതും അത് ഇഷ്യൂ ചെയ്തത് റിട്ടേൺ ചെയ്തതുമായിട്ടുള്ള റിപ്പോർട്ടുകളും സ്റ്റാഫിന് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ബോറോവർ എന്ന് പറയുന്ന ആൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ബുക്കിന് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? ബോറോവർ ടു ലൈബ്രറിയിലേക്കാണ് പോയിരിക്കുന്നത്. പിന്നെന്താണ്? ലൈബ്രറി എന്തായിരിക്കും ബോറോവർക്ക് കൊടുക്കുന്നത്? ബുക്കിനെ ഇഷ്യൂ ചെയ്യുന്നു, ഫൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൊടുക്കുന്നു. അപ്പൊ അതങ്ങനെ ഷോർട്ട് ആയിട്ട് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി ആ കാണിക്കുന്ന ആരോ മാർക്കേല് കേട്ടോ. ഈ ഒരു സിസ്റ്റം മനസ്സിലായോ? ഈ ഒരു കോണ്ടെക്സ്റ്റ് ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ, അതായത് എന്താണ് നമ്മുടെ സിസ്റ്റം എന്ന് കൊടുക്കുക, ആ സിസ്റ്റത്തിനെ നമ്മൾ മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യുക, ആ മൊഡ്യൂളുകൾ വേണം നമ്മൾ റെക്ടാങ്കിളിനുള്ളിൽ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? നമ്മൾ ആരോസ് വെച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. പ്രോസസ്സും നമ്മുടെ എന്താണ് റെക്ടാങ്കിൾ തമ്മിലൊരു കണക്ഷൻ നമുക്ക് വരുന്നുണ്ട്. ആ കണക്ഷനെ നമ്മൾ എന്ത് വേണം കൊടുക്കാൻ? നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുക്കണം. അപ്പം സിസ്റ്റം ടു മൊഡ്യൂൾ എന്താണ് ചെയ്യുന്നത് എന്ന് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അല്ലെ മൊഡ്യൂൾ ടു സിസ്റ്റം എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ കോണ്ടെക്സ്റ്റ് ലെവൽ വരയ്ക്കുക. കോണ്ടെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈസി ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തെടുത്തോയെ. മാർക്ക് ചെയ്തോ, സ്ക്രീൻഷോട്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാ എടുത്തോ. ഇത് നിങ്ങൾക്ക് റെഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി വരയ്ക്കാം സിസ്റ്റം കിട്ടിക്കഴിയുമ്പോൾ. അപ്പൊ എല്ലായിടത്തും കോമൺ ആയിട്ട് നമുക്ക് ഈ അഡ്മിൻ എന്ന് പറയുന്ന ആളെ കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് തരുന്ന സിസ്റ്റം അനുസരിച്ച് പിന്നെ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ അതിനനുസരിച്ച് മാറ്റിയാൽ മതി. ഇനിയിപ്പോ ഒരു ഓൺലൈൻ അഡ്മിഷൻ സിസ്റ്റത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ വരും? ഒന്ന് അഡ്മിൻ വരും, പിന്നെ ആര് വരും? സ്റ്റുഡന്റ് നമുക്ക് കൊടുക്കാം. അങ്ങനെ 2 മൊഡ്യൂളുകളായിട്ട് നമുക്ക് അതിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പം കോണ്ടെക്സ്റ്റ് ലെവൽ വരച്ചപ്പോഴേക്കും ഇവിടെ ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ കണ്ടത്? മൊഡ്യൂളുകളായിട്ട് ഇവിടെ നമുക്ക് അഡ്മിൻ ഉണ്ട്, അതേപോലെ തന്നെ ബോറോവർ ഉണ്ട്, അതേപോലെ തന്നെ ആരും ഉണ്ട്? സ്റ്റാഫും ഉണ്ട്. അപ്പൊ നമ്മൾ ലെവൽ 1 വരയ്ക്കുമ്പം എല്ലാവരുടെയും വരയ്ക്കണം. അഡ്മിന്റെ ലെവൽ 1 വേണം, ബോറോവറിന്റെ വേണം, സ്റ്റാഫിന്റെ വേണം കേട്ടോ. അപ്പൊ അഡ്മിന്റെ വരയ്ക്കുമ്പോഴേക്ക് ഇതുണ്ട്, ഇവിടെ അഡ്മിന്റെ ലെവൽ 1 ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതുണ്ട് ലെവൽ 1 DFD ഫോർ അഡ്മിന്. അതായത് അവിടെ എന്തൊക്കെയാ കൊടുത്തിരിക്കുന്ന? ലെവൽ 1 എന്ന് പറയുന്നത് എന്താണ്?
അഡ്മിൻ എന്ന് പറയുന്ന ആള് ഈ സിസ്റ്റത്തിൽ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണോ അതാണ് എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്, ഈ ലെവൽ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അഡ്മിൻ എന്തൊക്കെയാ ചെയ്യുന്നത്? റിക്വസ്റ്റ് ടു മാനേജ് കാറ്റഗറി. കണ്ടോ പ്രോസസ് സർക്കിൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ DFDക്കകത്ത് ഈ സർക്കിൾ എന്ന് പറയുന്ന സിമ്പൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ സർക്കിൾ യൂസ് ചെയ്യുന്നത്? പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്ക്വയർ എന്തിനെ റെപ്രസെന്റ് ചെയ്യാനോ? സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഓഫ് ഡേറ്റാനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മറന്നു പോവരുത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതിനകത്ത് എങ്ങനെയാ വരച്ചിരിക്കുന്നത്? അഡ്മിനിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അഡ്മിൻ ചെയ്യുന്ന പ്രോസസ്സുകളാണ് ആ സർക്കിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. അഡ്മിൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അപ്പൊ നമ്മൾ ആ ലൈനയിൽ എന്ത് എഴുതണം? ഒരു ടെക്സ്റ്റ് നമ്മൾ മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം ആ ഡേറ്റ ഫ്ലോ ലൈനയിൽ. അപ്പൊ എന്താ കൊടുത്തിരിക്കുന്നത്? റിക്വസ്റ്റ് ടു മാനേജ് എന്തിനെ മാനേജ് ചെയ്യുന്നത്? കാറ്റഗറി. കണ്ടോ? പിന്നെ എന്ത് കൊടുക്കാം? ബുക്ക് ടൈപ്പ്. പിന്നെ എന്തിനെ മാനേജ് ചെയ്യുന്നുണ്ട്? കോഴ്സ്. പിന്നെന്താണ്? ലെവല് വരുന്നുണ്ട്. പിന്നെന്താണ്? ബോറോവർ ടൈപ്പ് ഉണ്ട്, പിന്നെ റിപ്പോർട്ട് ഉണ്ട്. കണ്ടോ? ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ഓരോന്ന്, അതായത് ഈ അഡ്മിൻ ചെയ്യുന്ന പ്രോസസ്സുകളുടെ നമ്പറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 1.0, 2.0, 3.0 എണ്ണമാണ് ആ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് എങ്ങോട്ടേക്ക് തന്നെയായിരിക്കും ഈ ഡീറ്റെയിൽസ് വീണ്ടും തിരിച്ചു ചെല്ലുന്നത്? അഡ്മിനിലേക്ക് തന്നെ. അപ്പൊ കണ്ടോ, അത് സോഴ്സ് എന്ന് പറയുന്നതും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? അഡ്മിൻ തന്നെയാണ്. ഓക്കെ, നടുക്കത്തെ പ്രോസസ്സുകളാണ്, അഡ്മിൻ ചെയ്യുന്ന പ്രോസസ്സുകൾക്കാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ എത്ര പ്രോസസ്സുകൾ ഉണ്ടോ അതിനെ 1, 2, 3 നമ്മൾ നമ്പറിങ് കൊടുത്തിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ അഡ്മിനകത്ത് ഇവര് ചെയ്യുന്ന പ്രോസസ്സുകളെല്ലാം നമ്മൾ കൊടുത്തു, കാറ്റഗറി കൊടുത്തു. അത് ഡയറക്റ്റ് എങ്ങോട്ടേക്ക് പോയി? അഡ്മിനിലേക്ക് സേവ് ആയിട്ടുണ്ട്. പിന്നെന്താണ്? ബുക്ക് ടൈപ്പ്. ബുക്ക് ടൈപ്പ് എന്ന് പറയുന്ന കാര്യം അതിന്റെ നേരെ കണ്ടോ ഒരു ഓപ്പൺ എൻഡ് റെക്ടാങ്കിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പൊ ഈ ബുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് എന്താണ്? ഒരു ടേബിൾ ആണ്. അതായത് നമ്മളൊരു പ്രൊജക്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് എന്തുണ്ടായിരിക്കും? ടേബിൾസ് അല്ലെ ഡേറ്റാബേസുകൾ നമുക്കുണ്ട്. അതല്ലേ നമ്മുടെ എൻറ്റിറ്റീസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഡേറ്റാബേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ബുക്ക് ടൈപ്പിൽ നിന്ന് വാല്യൂസ് സ്റ്റോർ ചെയ്യുവാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബുക്ക് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടേബിൾ ആണ്. ഇപ്പൊ കാറ്റഗറി ഒക്കെ വരുമ്പോഴേക്കും അതിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ അതിന്റെ നെക്സ്റ്റ് ലെവൽ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് ഡയറക്റ്റ് കണക്ഷൻ പോവാത്തത്, ടേബിളിലേക്ക് പോവാത്തത്. അതിന്റെ നെക്സ്റ്റ് നമുക്ക് ഇനി പ്രോസസ്സുകൾ ചെയ്യാനുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഡേറ്റ സ്റ്റോറിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിന്റെ പ്രോസസ്സിങ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയി. ഇനി അതിനകത്ത് കൂടുതൽ നമുക്ക് ചെയ്യാനില്ല. ഡയറക്റ്റ് ബുക്ക് ടൈപ്പ് നമുക്ക് എൻ്റർ ചെയ്ത് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും? ഈ പറഞ്ഞ ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ബുക്ക് ടൈപ്പിലേക്ക് നമ്മൾ ബുക്ക് ടൈപ്പ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് എവിടെ സ്റ്റോർ ആവുന്നുണ്ട്? ബുക്ക് ടൈപ്പ് എന്ന് പറയുന്ന ടേബിളിൽ സ്റ്റോർ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ബുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിള് ഉണ്ടായിരിക്കണം. ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡേറ്റാബേസ് പഠിച്ചിട്ടില്ലേ? അതായത് നമുക്കൊരു പ്രൊജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു SRSഉം DFDയും കിട്ടിയത് കൊണ്ടായോ? മൊഡ്യൂളും ഉള്ളത് കൊണ്ടായോ? നമുക്ക് എന്ത് വേണം? ഡേറ്റാബേസ് വേണ്ടേ? ഡേറ്റാബേസിലേക്കല്ലേ നമ്മൾ ഫ്രണ്ട് എൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ സേവ് ആവുന്നത്. അപ്പൊ എന്താണ്? ആ ഡേറ്റാബേസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബുക്ക് ടൈപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? കോഴ്സ്. അപ്പൊ ആ കോഴ്സ് ഡീറ്റെയിൽസ് ഇതൊക്കെ ആര് ചെയ്യുന്നത്? അഡ്മിൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാ. അതായത് നമുക്കിപ്പോ ഒരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനകത്തേക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഒരാൾ എൻ്റർ ചെയ്യണ്ടേ? ആ പ്രോസസ്സിങ് കാര്യങ്ങൾ ഡേറ്റാസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ ആ അഡ്മിൻ എന്ന് പറയുന്ന ആൾ ഇതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അഡ്മിന് എൻ്റർ ചെയ്യുന്നത് ഡയറക്റ്റ് എങ്ങോട്ടേക്ക് സ്റ്റോർ ആവുന്നു? കോഴ്സ് എന്ന് പറയുന്ന ടേബിളിലേക്ക് സ്റ്റോർ ആവുന്നു. അതേപോലെ തന്നെ ലെവൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അത് ലെവൽ എന്ന് പറയുന്ന ടേബിളിലേക്ക് ബോറോവർ ടൈപ്പ് എന്ന് പറഞ്ഞപ്പോൾ സ്റ്റുഡന്റ് ആണോ? ബോറോവർ ടൈപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സ്റ്റുഡന്റ് ആണോ, ടീച്ചർ ആണോ, അങ്ങനെയുള്ളതായിരിക്കും അതിനകത്ത് വരിക. അത് നിങ്ങളുടെ ബോറോവർ ടൈപ്പിലേക്ക് അത് സ്റ്റോർ ആവുന്നു. ഇനി റിപ്പോർട്ടിനുള്ളിൽ വരുമ്പോഴേക്കും നമുക്ക് പല ടൈപ്പ് റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ അത് ഡയറക്റ്റ് എന്താ അഡ്മിനിലേക്കാണ് സ്റ്റോർ ആയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്തിനെ ഡ്രോ ചെയ്യുക? നമ്മുടെ ഫസ്റ്റ് ലെവലിനെ നമ്മൾ ഡ്രോ ചെയ്യുക. എന്തിന്റെ ഫസ്റ്റ് ലെവൽ? ഈ വരച്ചു വെച്ചിരിക്കുന്ന അഡ്മിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ലെവൽ DFD എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അഡ്മിനകത്ത്? നിങ്ങളൊന്ന് ചിന്തിച്ചേ. എന്തൊക്കെ ഡീറ്റെയിൽസ് വരും ഫസ്റ്റ് ലെവലിനകത്ത്? ഇപ്പൊ നമുക്ക് 2 യൂസേഴ്സിനെ മാത്രം നമുക്ക് കൊടുക്കാം, അതായത് അഡ്മിന് യൂസർ മാത്രം നമുക്ക് കൊടുക്കാം. അപ്പൊ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് വരും? അഡ്മിൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അഡ്മിന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അഡ്മിൻ എന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എല്ലായിടത്തും കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ് ആണ് ലോഗിൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും അഡ്മിന്? കാറ്റഗറീസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ഈ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും. അപ്പൊ ആ കാറ്റഗറീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? ഐറ്റത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓർഡർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ റിപ്പോർട്ട് എല്ലായിടത്തും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മാനേജ് ചെയ്യുക. അതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന്റെ DFD ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇത് ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഡേറ്റ ഒന്ന് എടുത്തോട്ടെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഇപ്പൊ കാണിക്കാം, ഒരു മിനിറ്റ്.
ഇതുണ്ട് ഇവിടെ നോക്കിയേ. ആദ്യം DFTയുടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ് DFT എന്താണെന്നുള്ളത്, പിന്നെ ഡയഗ്രാംസും, പിന്നെ ഇതുണ്ട് കോണ്ടെക്സ്റ്റ് ലെവൽ. നമ്മുടെ എന്താ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന്റെ കേട്ടോ. അപ്പം കോണ്ടെക്സ്റ്റ് ലെവൽ എന്താന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കോണ്ടെക്സ്റ്റ് ലെവൽ ഡേറ്റാ ഫ്ലോ ഡയഗ്രാം ഈസ് ഡിസ്ക്രൈബ് ദ ഹോൾ സിസ്റ്റം. The zero level DFT describe the all user module who operate the system. Below is the data flow diagram of online shopping site shows the two user can operate the system, admin and member user. കണ്ടോ? അപ്പൊ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതുകൊണ്ട്. അപ്പൊ കാണിച്ചിരിക്കുന്നുണ്ട് ആരൊക്കെ ഉണ്ട്, അഡ്മിനും ഉണ്ട് യൂസറും ഉണ്ട്. അപ്പൊ എന്താണ് നമുക്ക് സിസ്റ്റത്തിന്റെ പേര് നമ്മുടെ സിസ്റ്റർ സർക്കിളിൽ കൊടുത്തു, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് എന്നുള്ളത് കൊടുത്തു. പിന്നെ അഡ്മിൻ എന്താ ചെയ്യുന്നത്, റിക്വസ്റ്റ് ഫോർ ലോഗിൻ, എന്നാ റിക്വസ്റ്റ് ഫോർ ലോഗിൻ കൊടുക്കുന്ന സിസ്റ്റത്തിന്. അപ്പൊ അത് അഡ്മിൻ ടു എങ്ങോട്ടേക്ക് കൊടുക്കുക, നമ്മുടെ ഷോപ്പിംഗ് സൈറ്റിലേക്ക് കൊടുക്കുക. അതിന്റെ റെസ്പോൺസ് ആർക്ക് കിട്ടും, അഡ്മിന് കിട്ടും. ഇനി യൂസറിലേക്ക് എന്താ നടക്കുന്നതെന്ന് നോക്കിയേ. യൂസറിലേക്ക് എന്താ നടക്കുന്നത്, റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ, അതായത് യൂസർ ടു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് നമ്മളല്ലേ ചെയ്യുന്നത്. നമ്മൾ ആമസോണിലൊക്കെ നമ്മൾ ലോഗിൻ ചെയ്ത് കയറുന്നത് എങ്ങനെയാണ്, നമ്മൾ അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ. അപ്പം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള യൂസർ ആയിരിക്കും എന്തിലേക്ക് ചെയ്യുന്നത്, ഈ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലേക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റെസ്പോൺസ്, അതായത് നമുക്ക് ഒരു അക്കൗണ്ട് ആക്ടിവേഷൻ റെസ്പോൺസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതാണ് എന്തിനകത്ത് വരയ്ക്കുന്നത് നമ്മൾ കോണ്ടെക്സ്റ്റിൽ, അതായത് ഓവറോൾ ആ സിസ്റ്റം എന്താണോ അതിന്റെ ഉള്ളിൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കാണിക്കുന്നില്ല. ഓവറോൾ ആ സിസ്റ്റത്തിന്റെ പിക്ചർ ആണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ലെവലിനകത്ത് വരച്ചു കൊടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഡ്രോ ചെയ്തോ കേട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക, എന്താണ് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് അത് ചെയ്യുക. കാരണം ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസ് പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നെ ചോദിക്കണമെന്നില്ല ഷോപ്പിംഗ് സൈറ്റിന്റെ തന്നെ, പക്ഷേ ഈ DFT എന്ന് പറയുന്ന സംഭവം എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് വരുന്ന എന്താണ്, ലെവൽ 1 DFT. ലെവൽ 1 DFT ആരുടെ വരച്ചിരിക്കുന്നത്, അഡ്മിന്റെ ലെവൽ 1 DFT ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അഡ്മിന്റെ ലെവൽ 1 DFTക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അഡ്മിൻ ലെവൽ 1 DFTക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്നത്. അതായത് അഡ്മിൻ സൈഡ് DFT ഡിസ്ക്രൈബ് ദ ഫങ്ഷണാലിറ്റി ഓഫ് അഡ്മിൻ. Admin is a owner of the website. Admin can add first category of the item and then add items by category wise, and admin can manage order and payment detail. അപ്പൊ അതിനകത്ത് എന്ത് കൊടുത്ത എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അഡ്മിൻ സൈഡ് DFTയുടെ ഫങ്ഷണാലിറ്റി എന്തൊക്കെയാണെന്നുള്ളത്. അഡ്മിൻ ആയിരിക്കും ഈ വെബ്സൈറ്റിന്റെ ഓണർ എന്ന് പറയുന്നത്. പിന്നെ അഡ്മിൻ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്, അഡ്മിൻ ആദ്യമേ ലോഗിൻ ചെയ്യുന്നുണ്ട്, കാറ്റഗറീസ് ആഡ് ചെയ്യുന്നുണ്ട്, ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്, ഓർഡേഴ്സ് മാനേജ് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടുകളെ അവര് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം അഡ്മിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കൊടുക്കുക. എന്നിട്ട് അഡ്മിന്റെ DFT എന്ന് പറയുന്നത് വരച്ചു കൊടുക്കുക. അപ്പൊ അഡ്മിൻ ചെയ്യുന്ന കാര്യങ്ങൾ അഡ്മിൻ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമേ വരച്ചു, എൻറ്റിറ്റി വരച്ചു. എന്നിട്ട് കണ്ടോ ലോഗിന്, പിന്നെന്താണ്, അപ്പൊ അതിന്റെ മേലത്തെ നമ്പർ കണ്ടോ 1.0. അതിന് മുന്നേ നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ലെവൽ വരച്ചപ്പോ ഇവിടെ കണ്ടോ 0.0 എന്നാണ് കോണ്ടെക്സ്റ്റ് ലെവൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന്റെ മേലെ കണ്ടോ 0.0 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ നമ്പറിങ്ങും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, അപ്പം അഡ്മിൻ വന്നപ്പോഴേക്ക് എത്രയുണ്ട് അതിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ. ആദ്യം അഡ്മിൻ എന്നാ ചെയ്തു, ലോഗിൻ ചെയ്തു. അപ്പൊ റിക്വസ്റ്റ് ഫോർ ലോഗിൻ, അതിന്റെ റെസ്പോൺസ് അഡ്മിന് കിട്ടി. അത് എങ്ങോട്ടേക്ക് പോയി, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ ഉണ്ട്, അങ്ങോട്ടേക്ക് ആ വാല്യൂസ് സ്റ്റോർ ചെയ്ത്, അതായത് ചെക്ക് ഫോർ ലോഗിൻ ചെക്ക് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ആളാണോ, യൂസർ ആണോ അല്ലെ അഡ്മിൻ ആണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചെക്കിങ് അവിടെ നടക്കുന്നില്ലേ. അപ്പൊ അത് എവിടെ നിന്നാണ് വാല്യൂ എടുക്കുന്നത്, ഡേറ്റാബേസിൽ നിന്ന്, അതിന്റെ കറസ്പോണ്ടിങ് ടേബിളിൽ നിന്ന് വാല്യൂ എടുത്തത് ചെക്ക് ചെയ്തിട്ട് അതിന്റെ റിപ്ലൈ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് കിട്ടി. അതാണ് അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് 2.0 എന്താ വന്നിരിക്കുന്നത്, മാനേജ് കാറ്റഗറി. അപ്പൊ കാറ്റഗറി ആഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ആരാണ്, അഡ്മിൻ ആണ്. ആ ഡേറ്റ എങ്ങോട്ടേക്ക് ഇൻസേർട്ട് ആവുന്നുണ്ട്, മാനേജ് കാറ്റഗറിയിലേക്ക് അത് ഇൻസേർട്ട് ആവുന്നുണ്ട്. ഓക്കെ, അതിന്റെ റിപ്ലൈ ഇങ്ങോട്ടേക്ക് കിട്ടി. പിന്നെന്താണ് ഓർഡർ ഐറ്റം എന്ന് പറയുന്നത്, മാനേജ് ഐറ്റത്തിലേക്ക് എന്തോ ചെയ്യുന്ന, ഐറ്റംസിനെ ആഡ് ചെയ്യുക,
എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെന്താണ്, ആ ഡേറ്റ എങ്ങോട്ടേക്ക് ഇൻസേർട്ട് ആവുന്നു? ഐറ്റം എന്ന് പറയുന്ന ടേബിളിലേക്ക് അത് ഇൻസേർട്ട് ആവുന്നു. അതേപോലെ തന്നെ മാനേജ് ഓർഡർ കൊടുക്കുന്നു. അത് മാനേജ് ഓർഡർ കൊടുക്കുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്? വ്യൂ ചെയ്യുന്ന ഓർഡർ ആരായിരിക്കും കൊടുക്കുന്നത്? യൂസർ ആയിരിക്കും. അപ്പൊ അതിനെ അവിടെ ഇൻസേർട്ട് ചെയ്യാനായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. എന്താ കൊടുക്കേണ്ടത്? വ്യൂ ചെയ്യുക. അതായത് ഓർഡർ ചെയ്യുന്നത് യൂസർ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണോ പ്രോസസ്സ് കൊടുക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് വേണം ടാസ്കുകൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അന്നപ്പോ ഇവിടെ മാനേജ് ഓർഡർ ആണ്. അപ്പൊ മാനേജ് ഓർഡർ എന്ന് പറയുന്നത് ഇതിന്റെ എന്താ റെസ്പോൺസ് നമ്മൾ ടേബിളിലേക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അഡ്മിൻ അത് വ്യൂ ചെയ്യാനാണ് പറ്റുക. അപ്പൊ വ്യൂ ഓർഡർ ആയിരിക്കും. അപ്പം വ്യൂ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും ആ ഓർഡർ ഡീറ്റെയിൽസ് ഉള്ളത്? ഡേറ്റാബേസിൽ. അപ്പൊ അതുകൊണ്ടാണ് ഡേറ്റാബേസിലേക്ക് പോയിരിക്കുന്നത്. അവിടെ നിന്ന് അതിന്റെ കറസ്പോണ്ടിങ് വ്യൂ അല്ല റിപ്ലൈ നമുക്ക് കിട്ടും. പിന്നെന്താണ്? മാനേജ് റിപ്പോർട്ട്. അപ്പൊ മാനേജ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? വ്യൂ റിപ്പോർട്ട്, ഡിസ്പ്ലേ റിപ്പോർട്ട്, ഡേറ്റ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ആ കറസ്പോണ്ടിങ് ലിസ്റ്റുകളെല്ലാം റിപ്പോർട്ടുകളെല്ലാം നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തു. അപ്പൊ അതാണ് അഡ്മിൻ സൈഡ് വരുന്നത്, ലെവൽ 1 എന്ന് പറയുന്നത്. അപ്പൊ ലെവൽ 1 മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ലെവൽ ഓഫ് അഡ്മിൻ സൈഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും വരുന്നത്. അപ്പൊ ഒന്ന് മാർക്ക് ചെയ്തോണേ. നിങ്ങൾ ഉണ്ടോ ഇല്ലയോ നോക്കുന്നത്? നിങ്ങളുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നോക്കിയെങ്കിലല്ലേ നിങ്ങൾ ലൈവ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇതൊന്ന് മാർക്ക് ചെയ്തോയേ. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മുടെ രണ്ടാമത്തെ ആളാരായിരുന്നു? മൊഡ്യൂൾ എന്ന് പറയുന്ന യൂസർ ആയിരുന്നു. ഓക്കെ, അപ്പൊ യൂസറുടെ ഫസ്റ്റ് ലെവലിൽ നമ്മൾ വരയ്ക്കണം. അപ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് ലെവലുകൾ വരയ്ക്കുമ്പോഴേക്കും നിങ്ങൾ കോണ്ടെക്സ്റ്റ് ലെവൽ വരയ്ക്കുമല്ലോ. അപ്പൊ കോണ്ടെക്സ്റ്റ് ലെവൽ വരയ്ക്കുമ്പോൾ അതിനകത്ത് എത്ര മൊഡ്യൂളുകളാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് അത്രയും മൊഡ്യൂളിന്റെ ഫസ്റ്റ് ലെവൽ കൊടുക്കണം. ഇപ്പം ഇവിടെ നമുക്ക് 2 മൊഡ്യൂളേ ഉള്ളൂ. അപ്പൊ ആരൊക്കെയാണ്? അഡ്മിനും ഉണ്ട്, യൂസറും ഉണ്ട്. അപ്പൊ ആ അതിന്റെ രണ്ടിന്റെ ഫസ്റ്റ് ലെവൽ നമ്മൾ മസ്റ്റ് ആയിട്ട് വരച്ചിരിക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് 3 മൊഡ്യൂളുകളാണുള്ളതെങ്കിൽ ആ 3ന്റെ ഫസ്റ്റ് ലെവൽ വരച്ച് കാണിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂൾ യൂസർ ആണ്. അപ്പൊ യൂസറുടെ ഫസ്റ്റ് ലെവൽ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെവൽ യൂസർ സൈഡ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഇത് യൂസർ ഈസ് ഓൾ പീപ്പിൾ ഹു ഓപ്പറേറ്റ് ഓർ വിസിറ്റ് അവർ വെബ്സൈറ്റ്. അപ്പൊ യൂസർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഒരാളായിരിക്കും വരുന്നത്? ഒത്തിരി പേര് വരും. അതായത് ഇപ്പൊ ഒരു ഷോപ്പിംഗ് സൈറ്റ് ആണ്, ആമസോൺ എന്ന് പറയുന്ന സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, വിസിറ്റ് ചെയ്യുന്ന ആരൊക്കെ, അതെല്ലാം ആരുടെ ലിസ്റ്റിൽ പെടും? യൂസറുടെ ലിസ്റ്റിൽ വരുന്നതായിരിക്കും. അപ്പൊ യൂസർ ഈസ് എ കസ്റ്റമർ ഓഫ് എ വെബ്സൈറ്റ്. അപ്പൊ അവരെ നമ്മൾ എന്തെന്നായിരിക്കും പറയുന്നത്? കസ്റ്റമർ എന്നായിരിക്കും പറയുന്നത്. യൂസർ ക്യാൻ ഫസ്റ്റ് സെലക്ട് പ്രൊഡക്റ്റ് ഫോർ ബൈ. യൂസർ മസ്റ്റ് ഹാവ് ടു രജിസ്റ്റർ ഇൻ അവർ സിസ്റ്റം ടു പർച്ചേസ് എനി ഐറ്റം ഫ്രം അവർ വെബ്സൈറ്റ്. അല്ലേ? അതായത് നമുക്ക് ഈ പറഞ്ഞതുപോലത്തെ സൈറ്റുകളിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അവിടെ രജിസ്റ്റേർഡ് യൂസർ ആയിരിക്കണം. അപ്പൊ ആ ഒരു കാര്യം അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്?
ആഫ്റ്റർ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഐറ്റം ബൈ ചെയ്യാനും അതേപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ അവിടെ കൊടുക്കുക. അപ്പൊ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളെ പറ്റിയിട്ടൊക്കെ അതെ ഇതേമാതിരിയുള്ള എല്ലാ എന്താ സിസ്റ്റത്തിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് ലെവൽ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഫസ്റ്റ് ലെവലിനകത്ത് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? യൂസർ. ഇപ്പൊ യൂസർ എന്നൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യമേ കണ്ടു. യൂസർ എന്താ ചെയ്യുന്നത്? സെർച്ച് ചെയ്യുന്നുണ്ട് ഐറ്റം അല്ലേ? പിന്നെന്താ ചെയ്യുന്നത്? യൂസർക്ക് അതായത് രജിസ്റ്റേർഡ് അല്ലാത്ത യൂസേഴ്സിന് ഐറ്റം സെർച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ അത് ബൈ ചെയ്യണമെങ്കിൽ മാത്രമാണ് എന്തിന്റെ ആവശ്യം വരുന്നത്? രജിസ്ട്രേഷന്റെ ആവശ്യം വരുന്നത്. അപ്പൊ അത് ആ ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. യൂസർ ആദ്യം കയറി സെർച്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? അത് 1.0 എന്നാണ് നമ്പറിംഗ് വന്നിരിക്കുന്നത്. 2.0 എന്താണ്? നമ്മൾ ആ സെർച്ച് ചെയ്യുന്ന എവിടെ നിന്നാണ്? ആ കറസ്പോണ്ടിങ് സെർച്ച് ടേബിളിലേക്ക്. അപ്പൊ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഐറ്റം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടേബിൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ടേബിളിൽ നിന്നായിരിക്കും ആ സെർച്ച് ചെയ്ത ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? നെക്സ്റ്റ് എന്താണ്? 2.0 നമ്മൾ എന്താണ്? രജിസ്റ്റർ ചെയ്തു അല്ലെ? രജിസ്ട്രേഷൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താ? അത് യൂസർ എന്ന് പറയുന്ന ടേബിളിലേക്ക് ആയിരിക്കും രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ആവുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ ലോഗിൻ ചെയ്തു അല്ലേ? ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടായിരിക്കും ലോഗിൻ ചെയ്യുന്നത്? യൂസറുടെ ടേബിൾ വെച്ചിട്ട് അല്ലെ? യൂസറുടെ ടേബിളിനകത്ത് ഉണ്ടായിരിക്കുമല്ലോ യൂസർ നെയിമും പാസ്വേഡും. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോഗിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നു? ഐറ്റം നമ്മൾ ബൈ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഐറ്റം കാർട്ടിൽ ഇട്ടു, കാർട്ടിൽ ആഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈ ചെയ്തു. അപ്പൊ അതാണ് അവിടെ രണ്ട് പ്രോസസ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഐറ്റം നമ്മൾ ബൈ ചെയ്തു. അപ്പൊ ആ ബൈ ഐറ്റം എന്ന് പറയുന്നത് എന്തുമായിട്ടായിരിക്കും കണക്റ്റഡ്? ഐറ്റം ലിസ്റ്റ്. അതായത് നമ്മൾ ആ ഐറ്റത്തിനകത്തു നിന്നാണ് നമ്മൾ ഒരു ഐറ്റത്തിനെ സെർച്ച് ചെയ്ത് ബൈ ചെയ്യുന്നത്. അപ്പൊ ബൈ ഐറ്റം എന്ന് പറയുന്നത് എന്തുമായിട്ടായിരിക്കും കണക്റ്റഡ്? ഐറ്റം ലിസ്റ്റും ആയിട്ടായിരിക്കും, അല്ല ഐറ്റം എന്ന് പറയുന്നത് ടേബിളും ആയിട്ടായിരിക്കും അത് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? ബൈ ഐറ്റം. പിന്നെന്താണ്? നമ്മൾ മേക്ക് ഓർഡർ അല്ലേ? ഓർഡർ നമ്മൾ മേക്ക് ചെയ്തു. അപ്പൊ അത് എങ്ങോട്ടേക്കായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് പോകുന്നത്? ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ ഉണ്ടായിരിക്കും, അങ്ങോട്ടേക്ക്. പിന്നെ നെക്സ്റ്റ് എന്താ വരുന്നത്? മേക്ക് പേയ്മെന്റ്. അത് പേയ്മെന്റ് ടേബിളിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? യൂസർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട്, നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഓൺലൈൻ സൈറ്റുകൾ യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ ഓൺലൈൻ സൈറ്റുകൾ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സുകൾ എങ്ങനെയാണോ അതിവിടെ പറഞ്ഞു കൊടുത്തേച്ചാൽ മാത്രം മതി. നിങ്ങൾ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് അഡ്മിൻ എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന കുറെ പ്രോസസ്സ് ഉണ്ടല്ലോ, അതെവിടെയും പറഞ്ഞു കൊടുക്കുക, അഡ്മിന്റെ സൈഡിലും പറഞ്ഞു കൊടുക്കുക. അത്രേ വരുന്നുള്ളൂ. എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് ലെവൽ. 0th ലെവൽ ഓൾറെഡി പറഞ്ഞു, അത് എളുപ്പമാണ്. പിന്നെ ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് പ്രോസസ്സ് മാത്രം ഒന്ന് ഓർത്തിരുന്ന് ചെയ്തു കൊടുത്തേച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ലെവൽ DFT ഓഫ് എന്തെന്ന് പറയുന്നത്? യൂസർ എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്തോണേ. ഓക്കെ, അപ്പം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, കാരണം ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോവുള്ളൂ കേട്ടോ. കാണാലോ ഇത്. ഓക്കെ അല്ലേ? അപ്പൊ ഞാനിത് മാറ്റുവാണേ.
അപ്പൊ നമ്മൾ DFT കണ്ടു. അപ്പൊ DFT എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആ കേട്ടോ. നിങ്ങളുടെ എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ DFT പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് പഠിച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഡൗട്ട് എന്ത് ചോദിച്ചാലും പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന എന്താണ്? എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം, ERD എന്ന് നമ്മൾ പറയും. അപ്പൊ എന്താ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം? അതായത് നമ്മൾ ഡേറ്റാബേസ് എന്നൊക്കെ മുമ്പേ പറഞ്ഞില്ലായിരുന്നു. അതായത് നമ്മൾ ഈ എന്താ DFT കണ്ടപ്പോഴേക്കും അതിനകത്ത് അതിന്റെ വാല്യൂസ് ഡേറ്റാബേസിലേക്ക് സ്റ്റോർ ആവുന്നു, അല്ല അത് ടേബിൾ ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ എന്താ ആ ഡേറ്റാബേസിന്റെ വിഷ്വൽ റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്തിരിക്കണം? ഒരു ടേബിൾ, അതായത് നമ്മുടെ ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിന്റെ കറസ്പോണ്ടിങ് ടേബിൾസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് ER ഡയഗ്രാം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഡേറ്റാബേസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡേറ്റാബേസിനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുവാണ് എവിടെ നമ്മൾ ചെയ്യുന്നത്? എൻറ്റിറ്റി റിലേഷൻഷിപ്പിനകത്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഡേറ്റാബേസ് ഉണ്ടായിരിക്കണം. ഡേറ്റാബേസ് ഇല്ലാതെ ഡേറ്റാബേസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന കറസ്പോണ്ടിങ് സിസ്റ്റത്തിന്റെ ഡേറ്റാബേസ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് ടേബിൾസ് അല്ലേ? അതായത് നമുക്കിപ്പോ ഒരു പ്രൊജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? ടേബിൾ വേണം. അതായത് ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്താ ഫ്രണ്ട് എൻഡ് വഴി കൊടുക്കുന്ന ഡേറ്റാസ് എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്? നമ്മുടെ ബാക്ക് എൻഡ് നമ്മുടെ ഡേറ്റാബേസിലേക്കായിരിക്കും അത് സ്റ്റോർ ആവുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ടേബിളുകൾ നമ്മൾ ആദ്യമേ ജനറേറ്റ് ചെയ്യണം. ഈ ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ടേബിളുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഒരു ലോഗിൻ ടേബിൾ ഉണ്ടാകും, അതേപോലെ തന്നെ യൂസറുടെ ടേബിൾ ഉണ്ടാകും, ഐറ്റത്തിന്റെ ടേബിൾ ഉണ്ടായിരിക്കും, പിന്നെ എന്തായിരിക്കും? ഓർഡറിന്റെ ടേബിൾ ഉണ്ടായിരിക്കും, പേയ്മെന്റ് ടേബിൾ ഉണ്ടായിരിക്കും, അങ്ങനെ പല ടേബിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ ആദ്യമേ ചിന്തിക്കുക. എന്തൊക്കെ ടേബിൾസ് വരും, എന്തൊക്കെ ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ടേബിള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതാ? ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണ്ട റെയിൽവേ റിസർവേഷൻ സിസ്റ്റം, ഇതിനകത്ത് ഇതാണ്ട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ നാളത്തെ ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഈ പറഞ്ഞ ഓൺലൈൻ ഷോപ്പിംഗ് സിസ്റ്റത്തിന്റെ ടേബിള് ഡേറ്റാബേസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുണ്ടോ ഡേറ്റാ സ്ട്രക്ചർ അല്ലെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് അഡ്മിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം അഡ്മിൻ എന്ന് പറയുമ്പോഴേക്കും അഡ്മിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? യൂസർ നെയിം, പാസ്വേഡ്, റോള് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട, ഈ ഫീൽഡ് നെയിം മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എന്താണ് നെക്സ്റ്റ് പറയണത്? കാറ്റഗറി ഉണ്ട്. അപ്പൊ കാറ്റഗറിക്കകത്ത് എന്തുണ്ട്? കാറ്റഗറി ID ഉണ്ട്, കാറ്റഗറി ഉണ്ട്, കാറ്റഗറിയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പം എന്താണ്? നമ്മളൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് മസ്റ്റ് ആയിട്ടുള്ള ഫീൽഡ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി കീ ഫീൽഡ് അല്ലേ? അത്. പിന്നെ ഇതാണ്ട് ബുക്ക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ബുക്ക് ടൈപ്പ് ID, ബുക്ക് ടൈപ്പ്. അപ്പം ഇങ്ങനെ ഏതൊക്കെ ടേബിളുകളും അതിന് ഏതൊക്കെ ഫീൽഡുകളും വരാം എന്ന് ചിന്തിക്കുക. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ എന്താ ഒരു രജിസ്ട്രേഷന്റെ ഒരു ടേബിൾ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആമസോണിന്റെ രജിസ്ട്രേഷൻ ഫോം എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഫീൽഡുകളില്ലേ? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനമാണ് ഇവിടെ നമ്മൾ ഈ ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ടേബിളുകളും ആ ടേബിളിനകത്ത് വരാൻ സാധ്യതയുള്ള ഫീൽഡുകളും എന്തിന്റെ വേണം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിന്റെ കേട്ടോ. അവിടെ ഏതൊക്കെ ടേബിളുകൾ വരാം, ആ ടേബിളിന്റെ കറസ്പോണ്ടിങ് ഫീൽഡുകൾ എന്തൊക്കെയായിരിക്കാം. അപ്പൊ അത്രയും കാര്യം നാളെ ഒന്ന് നോട്ട് ചെയ്തിട്ട് വേണം ലോഗിൻ ചെയ്യാൻ കേട്ടോ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു എന്തായിരുന്നു ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ SRS പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും അതിനെപ്പറ്റി പറഞ്ഞില്ല. ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇത് നാളെ എന്താണേലും ചെയ്തിട്ട് വരിക കേട്ടോ. എന്നിട്ട് ഞാൻ എന്നത് നമ്മുടെ ഈ പറഞ്ഞ SRS അല്ലോ എന്തുവായിരുന്നു ER ഡയഗ്രത്തിനെ പറ്റി പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ER കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടായി പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ കാര്യം ചെയ്തിട്ട് വേണം നാളെ നിങ്ങൾ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്.
അപ്പം ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് സൈറ്റ്, നമുക്ക് ഒത്തിരി ഷോപ്പിംഗ് സൈറ്റുകൾ ഉണ്ടല്ലോ, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം. കിട്ടിയില്ലേ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇപ്പൊ എക്സിറ്റ് ആയിരിക്കും, നമുക്ക് ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാവേ.